നമ്മുടെ ജെയ്ക്ക് ഗില്ലൻഹാൽ, റയാൻ റെനോൾഡ്സ്, റെബേക്ക ഫെറിക്സൺ നല്ല പരിചിതമായ പേരുകളല്ലേ. ഇവർ മൂന്നാളും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ഒരു ഗംഭീര സയൻസ് ഫിക്ഷൻ ഹൊറർ മൂവി. സ്പേസ് റിസർച്ചുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമകളുടെ കൂട്ടത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫിലിം ഫ്ലെക്സിലൂടെ കാണാൻ പോകുന്നത് 2017 പുറത്തിറങ്ങിയ ലൈഫ് എന്ന സിനിമയാണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്രൂ മാഴ്സിൽ പോയി അവിടുന്ന് മണ്ണ് കളക്ട് ചെയ്തുകൊണ്ട് വരുന്നു. മാഴ്സിനെ പറ്റിയും അവിടുത്തെ മണ്ണിനെ പറ്റിയും അതിലുള്ള കാര്യങ്ങളെ പറ്റിയും വിശദമായിട്ട് പഠിക്കാൻ വേണ്ടി നടത്തുന്ന ഈ പരീക്ഷണത്തിൽ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയും കൂടെ ഉണ്ടായിരുന്നു. ആരാണ് അപ്രതീക്ഷിതമായി കടന്നു വന്ന അതിഥി? ആ അതിഥി ഇവരിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് അതിന്റെ ഉദ്ദേശം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഗംഭീരമായിട്ടും നമുക്ക് മുന്നിൽ കാണിച്ചു തന്ന സിനിമയാണ് ലൈഫ്. സിനിമ കാണാൻ ആഗ്രഹിക്കുന്നത് നേരെ പോയി സിനിമ കാണുക. അത് മാക്സിമം ക്വാളിറ്റിയിൽ തന്നെ ഇട്ട് പടം കാണാൻ ശ്രമിക്കുക. സിനിമയുടെ തുടക്കത്തിൽ കുറ്റാക്കൂരി ഇരുട്ടാണ് നമ്മൾ കാണുന്നത്. ഏത് ഡയറക്ഷനിലോട്ട് നോക്കിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ആകെ മൊത്തം ഇരുണ്ട് നിറഞ്ഞൊരു സ്പേസ്. ദെൻ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ ക്യാരിയർ അത് അതിവേഗത്തിൽ പറന്നു വന്നുകൊണ്ടിരിക്കുന്നു. ദെൻ നമ്മുടെ ഭൂമിക്ക് ചുറ്റും പറന്നുകൊണ്ടിരിക്കുന്ന സ്പേസ് സ്റ്റേഷൻ. നമ്മുടെ പടത്തിന്റെ ഹീറോയിൻ മിറാണ്ട, കുടിക്കുന്ന മിറാണ്ടയല്ല, മിറാണ്ട നോർത്ത്, ഈ ക്രൂവിന്റെ ക്യാപ്റ്റൻ. ആള് ഈ മിഷൻ എന്തിനെ പറ്റിയാണെന്നുള്ള കാര്യം വിവരിക്കുന്നു. ISSൽ നിന്നും മാഴ്സിലേക്ക് ഒരു ക്യാരിയർ അയച്ച് മാഴ്സിലുള്ള മണ്ണ് കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ആ മണ്ണ് ടെസ്റ്റ് ചെയ്ത് മാഴ്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കാനുള്ള ഒരു ടീമാണിത്. തൊട്ടു മുമ്പ് നമ്മൾ കണ്ട ആ ക്യാരിയറില്ലേ, അതിവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ക്യാരിയർ, ആ ക്യാരിയറിൽ മാഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത മണ്ണാണ്. ഇവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിലാണ് ക്യാരിയർ ഇപ്പോൾ സ്പേസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്യാരിയർ തടഞ്ഞു നിർത്താൻ ആരെങ്കിലും സ്പേസ് സ്റ്റേഷന്റെ പുറത്ത് പോകണം. സ്പേസ് വാക്ക് ചെയ്ത് റോബോട്ടിക് ആം യൂസ് ചെയ്ത് ആ ക്യാരിയർ പിടിച്ചു നിർത്തണം. ഇവരുടെ ടീമിൽ സ്പേസ് വാക്ക് ചെയ്യുന്നതിൽ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തിയാണ് ഈ പുള്ളിക്കാരൻ, റോറി ആഡംസ്. ഇപ്പോൾ ഈ റോറി കുറച്ച് ടെൻസ്ഡ് ആണ്. എന്താണെന്നാൽ ആ ഒരു ക്യാരിയർ അതിവേഗത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭയങ്കര വേഗത്തിൽ. മാഴ്സിൽ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു പാത്തിലുണ്ടായ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ഇവർക്ക് അതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. നോർമൽ സ്പീഡിനേക്കാളും ഭയങ്കര സ്പീഡിൽ അത് വന്നുകൊണ്ടിരിക്കുന്നു. റോറി സ്പേസ് വാക്ക് ചെയ്ത് പുറത്തു പോയി. ബാക്കിയുള്ള ആളുകളെല്ലാം ഇതിനകത്ത് നിന്ന് റോറിക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് അങ്ങനെ നോക്കി നിൽക്കുന്നു. ക്യാരിയർ അതിവേഗത്തിൽ വന്ന് സ്പേസ് സ്റ്റേഷനിൽ ഒരു ഒറ്റയിടി. ഇടിച്ചിടിയിൽ സ്പേസ് സ്റ്റേഷൻ മൊത്തം ഒന്ന് കുലുങ്ങി. ഓ കമോൺ, നമുക്കത് മിസ്സായെന്ന് മാത്രം പറയല്ലേ റോറി. എന്ത് മിസ്സായെന്നോ? ഞാനിവിടെ ഉള്ളപ്പോഴോ? ഈ റോറി ഒരു കാര്യം ഏറ്റെടുത്താൽ അത് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ക്യാരിയറിന് നല്ല സ്പീഡ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിലും നമ്മുടെ റോറി അത് പിടിച്ചു നിർത്തി. അങ്ങനെ ചൊവ്വാഗ്രഹത്തിലെ മണ്ണ് ഇവർക്ക് കിട്ടി. മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നു. അതിലടങ്ങിയിട്ടുള്ള കമ്പോണൻസ്, ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് ചെക്ക് ചെയ്യുന്നു. ഈ പുള്ളിക്കാരനാണ് ഹ്യൂ. അദ്ദേഹം മണ്ണൊക്കെ വിശദമായി അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാവട്ടെ അതിനകത്തൊരു സിംഗിൾ സെൽ ഓർഗാനിസമിനെ ഇദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിക്കുന്നു. ആക്ച്വലി വലിയൊരു കണ്ടുപിടുത്തം. ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. മാഴ്സിലും ജീവന് തുടക്കം കുറിച്ചിരിക്കുന്നു. നമ്മുടെ ഭൂമിയിലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ. ആദ്യം സിംഗിൾ സെൽ ഓർഗാനിസംസ് ആയിരുന്നു. പരിണാമ വളർച്ചയിലൂടെ ഒരുപാട് വളർന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്തിലുള്ള ഒരുപാട് ബീയിങ്സ് ആയി മാറിയതല്ലേ. കോടാനുകോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ സംഭവിച്ച അതേ പ്രതിഭാസം ഇപ്പോൾ മാഴ്സിലും തുടങ്ങിയിരിക്കുന്നു. മാഴ്സിലെ ആദ്യത്തെ ജീവനെ കണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെ ഹ്യൂ ഭയങ്കര എക്സൈറ്റഡ് ആണ്. മാഴ്സിലെ ആദ്യത്തെ ജീവനെ കണ്ടെത്തി. ഇദ്ദേഹമാണ് അത് സ്ഥിരീകരിക്കുന്നത്. ഇനിയിപ്പോൾ അതിനെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന അതേ കണ്ടീഷനിൽ അതിനും ജീവിക്കാൻ പറ്റുമോ, അതോ മാഴ്സിലെ കണ്ടീഷൻ അനുസരിച്ച് ഓക്സിജൻ കുറച്ച് കുറവാണെങ്കിൽ മാത്രമേ അത് സർവൈവ് ചെയ്യത്തുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു സയന്റിസ്റ്റിന് അദ്ദേഹത്തിന്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഇദ്ദേഹം നേടി എന്നുള്ള സന്തോഷത്തിൽ അദ്ദേഹം അങ്ങനെ നിൽക്കുന്നു. ശേഷം സ്പേസ് സ്റ്റേഷനിലെ ഈ ഒരു പെർട്ടിക്കുലർ ടീം ഇക്കാര്യം ഭൂമിയിലേക്ക് വിളിച്ചറിയിക്കുന്നുണ്ട്. ഭൂമിയിൽ വലിയൊരു ലൈവ് ടെലികാസ്റ്റ് ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. കാരണം ആദ്യമായിട്ട് മറ്റൊരു ഗ്രഹത്തിൽ ജീവനെ കണ്ടെത്തിയിരിക്കുകയാണല്ലോ. വലിയൊരു ഇവന്റ് ഒക്കെ സംഘടിപ്പിച്ച് ഭയങ്കര ആഘോഷമായിട്ട് ഈ സ്പേസ് സ്റ്റേഷനിലുള്ള സയന്റിസ്റ്റുകൾ ഭൂമിയിലുള്ള ആളുകളോട് ഇവരുടെ നേട്ടങ്ങളെ പറ്റിയും പിന്നെ ഇവരുടെ ഇവിടുത്തെ ജീവിത രീതികളെ പറ്റിയും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഈ പുള്ളിക്കാരിയുടെ പേരാണ് ഏക്കറ്ററീന. ഭൂമിയിൽ നിന്ന് സയന്റിസ്റ്റുകളോട് സംസാരിക്കുന്നത് 3 കൊച്ചുകുട്ടികളാണ്. കുട്ടികൾ അവരുടെ എക്സൈറ്റ്മെന്റ് കാരണം ഈ സിംഗിൾ സെൽ ഓർഗാനിസത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. സയന്റിസ്റ്റും അതിനൊക്കെ മറുപടി കൊടുക്കുന്നു. ഇവർ കണ്ടെത്തിയിട്ടുള്ള ഈ സിംഗിൾ സെൽ ഓർഗാനിസംസിന് ഭൂമിയിലുള്ള ഒരു പേരൊക്കെ ഇടുന്നുണ്ട്. അവരതിന് ക്യാൽവിൻ എന്ന് പേരിട്ടു. ഈ പുള്ളിക്കാരനെ കണ്ടില്ലേ, ഇദ്ദേഹമാണ് നമ്മുടെ ഹീറോ ഡേവിഡ് ജോർഡാൻ. ഭൂമിയിൽ നിന്ന് ഇവരുമായിട്ട് സംസാരിക്കുന്ന കുട്ടികൾ അവരുടെ ആ ഒരു പ്രായത്തിനനുസരിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ചോദിക്കുന്നത്. കുട്ടികളുടെ ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ, അല്ല നിങ്ങൾ ഫുൾ ടൈം ഇങ്ങനെ സ്പേസിൽ പറന്ന് നടക്കുവാണോ, അപ്പം നിങ്ങൾ എങ്ങനെ ബാത്റൂമിലൊക്കെ പോകുന്നേ? അതിന് സയന്റിസ്റ്റുകളുടെ കൂട്ടത്തിലെ ഷോ, അതായത് ഈ പുള്ളിക്കാരൻ, ഈ സാധനം കണ്ടില്ലേ, നിങ്ങൾ ഭൂമിയിൽ യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെ ഇതിലൂടെയൊക്കെ തന്നെയാണ്. അങ്ങനെ പിള്ളേർ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഹീറോ ഡേവിഡും ഹീറോയിൻ മിറാണ്ടയും സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഹീറോയ്ക്ക് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവർ രണ്ടാളും തമ്മിൽ നല്ല ബോണ്ടിങ് ആണ്. ഇങ്ങനെയുള്ള ജോലി ആകുമ്പോൾ അറിയാലോ, ഭൂമിയിലുള്ള ഇവർക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഇവർ ഒരുപാട് മിസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടുപേരും സംസാരിക്കുന്നു. ദെൻ നമ്മുടെ ഹ്യൂനെ കാണിക്കുമ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഒരു എസ്കേപ്പ് ബോർഡിനകത്താണ്. എന്താ സംഭവം എന്നാൽ ഇദ്ദേഹത്തിന്റെ കാലുകൾക്ക് സ്വാധീനമില്ല. ഭൂമിയിലുണ്ടായിരുന്ന സമയം ഇദ്ദേഹം വീൽ ചെയറിലായിരുന്നു. ആ ജീവിതം ഇദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹം ശരിക്കും ഒന്ന് ജീവിക്കാൻ തുടങ്ങിയത്. ഇവിടെയാണെങ്കിൽ ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ പറന്ന് നടക്കാം. അദ്ദേഹത്തിന്റെ ലിമിറ്റേഷൻസിനെയൊക്കെ ഭേദിച്ച് പുള്ളിക്കാരൻ ആഗ്രഹിച്ച പൊസിഷനിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു. നമ്മുടെ ഹ്യൂ നേരെ കാൽവിനെ സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു ലാബിലേക്കാണ് ചെല്ലുന്നത്. ആ ലാബിനകത്ത് ഒരു പ്രത്യേക
ബോക്സിനകത്താണ് കാൽവിനെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഹ്യൂവിന് മാത്രമേ അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. അതും ശരീരം മുഴുവൻ ക്ലീൻ ചെയ്ത് അഴുക്ക് ഡസ്റ്റ് ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ അങ്ങോട്ട് കയറാൻ പറ്റൂ. ഇതൊരു സിംഗിൾ സെൽ ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഇവരുടെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നും മറ്റ് ഗ്രഹത്തിൽ നിന്ന് ഒരു ജീവനെ കണ്ടെത്തിയിട്ട് ഇവരുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് കാരണം തന്നെ അത് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമല്ലേ. അതുകൊണ്ട് തന്നെ അതിനെ അവർ സ്പെഷ്യലി കെയർ ചെയ്യുന്നുണ്ട്. കാൽവിനെ വെച്ചിരിക്കുന്ന ബോക്സിൽ 2 ഗ്ലൗസ് ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹ്യൂ അതിനകത്തേക്ക് കൈയിടുന്നതും കാൽവിനെ ടെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ. ഇദ്ദേഹം ബോക്സിനകത്തേക്ക് കൈയിട്ട് കാൽവിൻ്റെ അടുത്തേക്ക് വിരലൊക്കെ കൊണ്ടുചെല്ലുമ്പോഴാവട്ടെ കാൽവിൻ ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. ആ കാഴ്ച കണ്ട് ഹ്യൂ മാത്രമല്ല ഇവരുടെ ലാബിന് പുറത്തേക്കുന്ന ടീം മുഴുവൻ ഞെട്ടിപ്പോയി. ഒരു സിംഗിൾ സെൽ ഓർഗാനിസം ഇത്ര പെട്ടെന്ന് ഇത്ര വളരുകയും ചെയ്തു. നമ്മുടെ ഹ്യൂവിന്റെ ആക്ഷൻ അനുസരിച്ച് അത് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നു. നോക്കുമ്പോൾ അത് 2 കൈ പോലെയൊക്കെ പുറത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ആടി ആടി ഡാൻസ് ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കുന്നു. ഇതെല്ലാം ഇത്ര അടുത്ത് നിന്ന് കാണുന്ന ഹ്യൂവിന് അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ആ ഒരു ഓർഗാനിസമിനെ ആ കാൽവിനെ ഇങ്ങനെ തൊട്ട് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ ട്രീറ്റ് ചെയ്തില്ലേ, ആ ഒരു രീതിയിലാണ് ഇദ്ദേഹം ഈ ഒരു ഓർഗാനിസമിനെ ട്രീറ്റ് ചെയ്യുന്നത്. ജന്മന ആ കാലിന് സ്വാധീനമില്ലാത്ത ഇദ്ദേഹം എങ്ങും എത്താൻ പോകുന്നില്ല എന്ന് ഒരുപാട് പേരുടെ പഴി ഇദ്ദേഹം കേട്ടിട്ടുണ്ടാവണം. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇന്നിപ്പോൾ ഈ സ്പേസ് സ്റ്റേഷനിൽ നിൽക്കുന്നത് മാത്രമല്ല ഭൂമിക്ക് പുറത്തുനിന്ന് ഒരു ലൈഫിനെ കണ്ടെത്താനും സാധിച്ചു. ആ ലൈഫിനെ ഇത്ര ക്ലോസ് ആയിട്ട് ഇത്ര അടുത്ത് നിന്ന് ട്രീറ്റ് ചെയ്യാനും സാധിക്കുന്നു. ഈ നിമിഷത്തിൽ ഇദ്ദേഹത്തിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെ അന്നത്തെ ദിവസത്തെ ടെസ്റ്റൊക്കെ അവസാനിപ്പിച്ച് ഇവരെല്ലാവരും പോയി റെസ്റ്റ് ചെയ്യുന്നു. രാത്രിയിൽ പെട്ടെന്നൊരു സൈറൻ ശബ്ദം. എന്താണെന്ന് ചെന്ന് നോക്കുമ്പോഴാവട്ടെ ഈ കാൽവിനെ സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു ലാബിന്റെ ഭാഗത്ത് ഭയങ്കരമായിട്ട് ലീക്കൊക്കെ ആയിരിക്കുന്നു. അവിടെയുള്ള ഗ്യാസ് എല്ലാം കൂടെ അടിച്ചു കയറി കാൽവിന്റെ ആ ഒരു ബോക്സിനകത്തൊക്കെ ആവുന്ന രീതിയിൽ അങ്ങനെ സ്പ്രെഡ് ആയിരിക്കുന്നു. ഉടനടി നമ്മുടെ റോറി നേരെ ആ ലാബിനകത്ത് ചെന്ന് ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നു. ലീക്കൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കുമ്പോൾ കാൽവിന് ഒരുമാതിരി ചത്ത പോലെ കിടക്കുന്നു. ആ ഓർഗാനിസംസിന് എന്ത് സംഭവിച്ചെന്ന് ഒരു ഐഡിയ ഇല്ല. ഒരുപക്ഷെ ഇങ്ങനെ പ്രഷർ ലീക്കൊക്കെ ഉണ്ടായതുകൊണ്ട് അത് ഡെഡ് ആയിട്ടുണ്ടാവാം. ഇതിനൊക്കെ തുടർന്ന് ഇവരുടെ ടീം ക്യാപ്റ്റൻ മിറാണ്ട നമ്മുടെ ഹ്യൂവിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് നോക്കിയിട്ടാണ് ലാബിൽ നിന്ന് ഇറങ്ങി വന്നേ? എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആണോ ചെക്ക് ചെയ്യണ്ടേ? നിങ്ങൾ അതിനെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അതിന്റെ മരണത്തിന് നിങ്ങൾ തന്നെ കാരണമായി. എത്ര വലിയ അച്ചീവ്മെന്റ് ആയിരുന്നു ഇത്. ഇതിപ്പോൾ നിങ്ങളുടെ അശ്രദ്ധ കാരണം എല്ലാം നശിച്ചു പോയല്ലോ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതോടെ നമ്മുടെ ഹ്യൂവിനും ഭയങ്കര വിഷമമായി. പുള്ളിക്കാരൻ എങ്ങനെയെങ്കിലും ആ ഓർഗാനിസമിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. അതിന് എങ്ങനെ ജീവൻ കൊടുക്കാൻ പറ്റുമെന്നായി പുള്ളിക്കാരൻ്റെ അടുത്ത ചിന്ത. അതിനുവേണ്ടി അങ്ങേര് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറേ കാൽക്കുലേഷൻസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുന്നുണ്ട്. അങ്ങനെ കുറേ സമയം മെനക്കെട്ട് കഷ്ടപ്പെട്ട് പുള്ളിക്കാരൻ ഒരു ഫൈനൽ ഇക്വേഷനിലൊക്കെ എത്തുന്നുണ്ട്. അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ക്യാപ്റ്റൻ്റെ അടിയിൽ നിന്ന് ഒരൊറ്റ തവണ കൂടി എനിക്ക് കാൽവിനെ ടെസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ തരണം, എനിക്കതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം സംസാരിക്കുമ്പോൾ അവൾ പെർമിഷൻ കൊടുക്കുന്നില്ല. പ്ലീസ് ക്യാപ്റ്റൻ, എനിക്കതിനെ ജീവനോട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു എനർജി അതിന് കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ ഒരു സിംഗിൾ സെൽ ഓർഗാനിസമിനെ വെച്ച് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ലേ. ഇപ്പോൾ എന്നെ പോലെ കാലിന് സ്വാധീനമില്ലാത്ത ആളുകൾ, ശരീരം മുഴുവൻ തളർന്നു കിടക്കുന്ന ആളുകൾ, അവരുടെയൊക്കെ സെല്ലിനെ പറ്റി നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ പറ്റത്തില്ലേ. ഈ ഒരു ഓർഗാനിസം ജീവനോടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. പ്ലീസ് എന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അനുവദിക്കുന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ക്യാപ്റ്റനോട് സംസാരിക്കുമ്പോൾ പുള്ളിക്കാരിയും സമ്മതിക്കുന്നു. ഒന്നാലോചിച്ചാൽ ഹ്യൂ പറയുന്നതിനകത്തൊരു വലിയ പോയിന്റ് ഉണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ഒരു ഓർഗാനിസം ഇത്രയും വലുതാകുകയും ചെയ്തു. നമ്മുടെ ആക്ഷൻസിനനുസരിച്ച് അത് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈവൻ അത് അതിനകത്ത് കിടന്ന് ഡാൻസ് കളിക്കുന്നവരെ ഉണ്ടായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വലിയ മാറ്റങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഓർഗാനിസമിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഭൂമിയിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ നേരിടുന്ന പ്രശ്നത്തിനൊരു പരിഹാരമായിരിക്കും. ഭൂമിയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള സിംഗിൾ സെൽ ഓർഗാനിസം ഒന്നും ഇത്രയും ഫാസ്റ്റ് അല്ല. അതേപോലെ ഈ ഒരു രീതിയിൽ ആക്ഷനോട് റിയാക്ട് ചെയ്യുന്ന രീതിയിലൊന്നും റെസ്പോണ്ട് ചെയ്ത് കണ്ടിട്ടില്ല. എന്തായാലും ഇപ്പോൾ മിറാണ്ടയുടെ പെർമിഷൻ കിട്ടിയല്ലോ. നമ്മുടെ ഹ്യൂ ലാബിനകത്ത് ചെന്ന് ആ ഓർഗാനിസമിന് ജീവൻ കൊടുക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം ഒരു സ്റ്റിക്ക് വെച്ച് ആ ഓർഗാനിസമിനെ ടച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് ആ ഓർഗാനിസം ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്കും തട്ടിക്കളഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കയറി മുറുക്കി അങ്ങ് പിടിച്ചു. ചെറിയ പിടുത്തമൊന്നുമല്ല. ഹ്യൂവിന്റെ കയ്യിൽ ഇട്ടിരുന്ന ആ ഒരു ഗ്ലൗസ് പോലും ഊരാൻ ഹ്യൂവിനെ കൊണ്ട് പറ്റുന്നില്ല. അത്ര മുറുക്കി സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കുകയാണ്. ഹ്യൂവിന് അദ്ദേഹത്തിന്റെ കൈ പോലും അനക്കാൻ സാധിക്കുന്നില്ല. ഇത്രയും നേരം ആ ഓർഗാനിസം ചത്ത പോലെ അഭിനയിക്കുമായിരുന്നു. ശരിക്കും അതിന് ജീവനുണ്ടായിരുന്നു. ഇവരെല്ലാവരും പാനിക്കായി. ഹ്യൂ മാത്രമാണ് ലാബിനുള്ളിൽ. പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ കൈ പുറത്തേക്ക് വലിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്നില്ല. അത്ര മുറുകെയാണ് ആ ഓർഗാനിസം പിടിച്ചിരിക്കുന്നത്. ഇത്രയും ചെറിയ കാൽവിൻ ഇമ്മാതിരി സ്ട്രെങ്താ. ഹ്യൂ അദ്ദേഹത്തിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് കൈ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത്ര സ്ട്രോങ് ആയിട്ടാണ് കാൽവിൻ അദ്ദേഹത്തെ പിടിച്ചിരിക്കുന്നത്. മാത്രമല്ല നിമിഷ നേരം കൊണ്ട് നമ്മുടെ ഹ്യൂവിന്റെ കയ്യിലെ വിരലുകൾ ആ ഓർഗാനിസം ഒടിക്കുകയും ചെയ്തു. പുള്ളിക്കാരൻ വേദന കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അലറി വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ കൈ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. ഓർഗാനിസം അദ്ദേഹത്തിന്റെ ഓരോ വിരലുകളും പിടിച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വേദന കാരണം നമ്മുടെ ഹ്യൂ ബോധം കിട്ടുപോയി. അദ്ദേഹത്തിന്റെ ബോധം പോയി ഉറപ്പായപ്പോൾ ഓർഗാനിസം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വിട്ടു. ഹ്യൂവിന്റെ വിരലുകൾ കണ്ടില്ലേ, വളഞ്ഞൊടിഞ്ഞൊരു പരുവമായി. ഇത്രത്തോളം വേദനയാണ് പുള്ളിക്കാരൻ അവിടെ സഹിക്കേണ്ടി വന്നത്. ഇങ്ങനെയുള്ള ടീംമേറ്റ്സ് എല്ലാവരും ലാബിന് പുറത്താണല്ലോ. അവർക്ക് ഇതെല്ലാം നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ഇവരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ ഓർഗാനിസം അതിനെ വെച്ചിരുന്ന ബോക്സിനകത്ത് നിന്ന് പതിയെ പുറത്തു വരാൻ ശ്രമിക്കുന്നു. ആ ബോക്സുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഗ്ലൗ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പുറത്തു വരാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ ബോക്സിനകത്തുണ്ടായിരുന്ന ഒരു എക്യുപ്മെന്റ് എടുത്ത് ഗ്ലൗ കീറി അങ്ങനെ ആ ഓർഗാനിസം പുറത്തു വരുന്നു. വിച്ച് മീൻസ് ഇതൊരു ചെറിയ ഓർഗാനിസം ആണെന്നുണ്ടെങ്കിലും അതിന് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് മനുഷ്യരെ പോലെ തന്നെ ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ട്. ബോക്സിൽ നിന്ന് പുറത്തു വന്ന ഓർഗാനിസം ഇതേ ലാബിലുണ്ടായിരുന്ന പരീക്ഷണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു എലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഒരൊറ്റ പിടിക്ക് എലിയെ മൊത്തത്തിൽ കവർ ചെയ്ത് 4 പാടുന്നു. അതിനെ ഞെക്കി പുളുത്തി അതിന്റെ എല്ലുകളൊക്കെ ഒടിച്ചു കളഞ്ഞ് അതിനെ ഒരു വല്ലാത്ത ഒരു ലിക്വിഡ് ഫോമിലേക്ക് ആക്കി മാറ്റി. ആ സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു ലിവിങ് ബീയിങ്ങിനെ പ്രസ് ചെയ്ത് അതിനെ ഒരുമാതിരി ലിക്വിഡ് ഫോമിലേക്ക് ആക്കി മാറ്റുന്ന അത്രത്തോളം പ്രസ് ചെയ്ത് ആക്കിയെടുക്കുന്ന ഒരു കണ്ടീഷൻ.
അങ്ങനെ ആക്കിയെടുത്ത് ആ എലിയെയും തിന്ന് കാൽവിൻ കുറച്ചുകൂടെ വളർന്ന് വലുതാവുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ലാബിന് പുറത്ത് നോക്കി നിൽക്കാൻ നമ്മുടെ റോറി തയ്യാറല്ലായിരുന്നു. പുള്ളിക്കാരൻ ഒന്നും നോക്കുന്നില്ല, ലാബിന്റെ ഡോർ തുറന്ന് അകത്ത് ചെന്ന് നമ്മുടെ ഹ്യൂവിന്റെ ബോഡി പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ അവനെ കൊണ്ട് ഹ്യൂവിന്റെ ബോഡി പുറത്ത് കൊണ്ടുവരാൻ സാധിച്ചു. അവൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ആ ഓർഗാനിസം ആ എലിയെ തിന്നിട്ട് പുറത്തിറങ്ങുമെന്ന് അവന്റെ കാലിൽ കയറി പിടിച്ചു. അതോടെ ഇവന്റെ ടീമിലുള്ള ആളുകൾ ഡോർ ലോക്ക് ചെയ്തു. നമ്മുടെ റോറി അകത്ത് ട്രാപ്പായി. കാൽവിനെ കാണാൻ ലാബിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആകെ മൊത്തം പ്രശ്നമാണല്ലോ. അത്രത്തോളം ഇന്റലിജന്റ് ആണത്. അത് ആരെയും കൊല്ലാൻ മടിക്കത്തില്ല. പിന്നെ അത് വളർന്ന് വലുതാവുന്നത് തന്നെ മറ്റെന്തെങ്കിലും ബീങ്സിനെ തിന്നുമ്പോഴാണ്. ഇതുപോലെ മനുഷ്യരെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയാൽ, ഒരുപക്ഷെ അത് ഭൂമിയിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ, ഭൂമിയിലുള്ള ആളുകളെയൊക്കെ അറ്റാക്ക് ചെയ്താൽ, അങ്ങനെയുള്ള വലിയൊരു പ്രശ്നം മുന്നിലുണ്ട്. ഇപ്പോൾ റോറിയുടെ കാലിൽ ആ ഓർഗാനിസം ചുറ്റി പിടിച്ചിരിക്കുകയാണ്. അതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയെങ്കിൽ മാത്രമേ റോറിക്ക് പുറത്തു വരാൻ സാധിക്കൂ. ഇതിപ്പോൾ എന്ത് ചെയ്യും, ഇതിനെ എങ്ങനെ ഒഴിവാക്കുന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ ടീമിലുള്ളവരോട് ചോദിക്കുമ്പോൾ കൂട്ടത്തിലെ ഷോ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. റോറി, ലാബിനകത്ത് ഹീറ്റ് ലൈറ്റ് ഉണ്ട്, അത് യൂസ് ചെയ്ത് അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ നോക്ക്. അതേ തുടർന്ന് നമ്മുടെ റോറിയും പതിയെ മൂവ് ചെയ്ത് ചെന്ന് ആ ഒരു ലൈറ്റ് എടുത്ത് അത് ഓൺ ചെയ്ത് കാൽവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അതിനെ എങ്ങനെയെങ്കിലും ഈ ലൈറ്റിലേക്ക് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഉടനെ ആ ലൈറ്റിന്റെ ചൂട് കാരണമാവണം ആ ഒരു ഓർഗാനിസം കാൽവിൻ ഇവന്റെ കാലിൽ നിന്ന് വിട്ടുമാറി ലാബിന്റെ മറ്റൊരു കോർണറിലോട്ട് പോകുന്നുണ്ട്. ഗൈസ്, ഇതിനെ ഇനി ജീവനോട് വെക്കുന്നതിൽ അർത്ഥമില്ല. ഇത് എന്ത് പരീക്ഷണമാണെന്ന് പറഞ്ഞാലും ഇത് ഭയങ്കര റിസ്ക് ആണ്, നമുക്ക് ഇവനെ കൊന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് റോറി സംസാരിക്കുമ്പോൾ ക്യാപ്റ്റനും പെർമിഷൻ കൊടുക്കുന്നു. അതിനെ കൊല്ലണോ വേണ്ടയോ എന്ന് പോലും ചിന്തിച്ച് ചെയ്യാനുള്ള സമയമില്ല. അതിന്റെ ആക്ഷൻസ് ഒക്കെ പെട്ടെന്നാണ്. അത് ഭയങ്കര ഇന്റലിജന്റ് ആണ്. മനുഷ്യകുലത്തിന് മൊത്തം ആപത്താണ് ആ സാധനം. പെർമിഷൻ കിട്ടിയതിനെ തുടർന്ന് നമ്മുടെ റോറിയും അവിടെ ഉണ്ടായിരുന്ന ഒരു സിലിണ്ടർ എടുത്ത് അതിനെ കരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇവൻ എങ്ങോട്ട് ഫയർ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ സാധനം ചാടി ചാടി പൊക്കോണ്ടിരിക്കുകയാണ്. ഇവൻ പ്രോപ്പറായിട്ട് ഫയർ ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും അതിനെ ഈ ലാബിൽ വെച്ച് കൊന്നേ പറ്റൂ. ഒരു കാരണവശാലും അത് ഈ ലാബിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. ഈ ഒരു ഉദ്ദേശത്തിൽ നമ്മുടെ റോറി അതിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന സിലിണ്ടറിലെ ഫ്യൂല് മുഴുവൻ തീർന്നിട്ടും അതിനെ കൊല്ലാൻ സാധിച്ചില്ല. ആ സാധനം ചാടി ചാടി പൊക്കോണ്ടിരുന്നു. ഫ്യൂല് തീർന്നതോടെ ഇതാണ് റോറിയെ അറ്റാക്ക് ചെയ്യാനുള്ള പെർഫെക്റ്റ് ടൈം എന്ന് മനസ്സിലാക്കുന്ന കാൽവിൻ ചാടി റോറിയുടെ മുഖത്തേക്ക് കയറി അവന്റെ വായ്ക്കുള്ളിലൂടെ ശരീരത്തിനകത്തേക്ക് പോകുന്നു. നിമിഷ നേരങ്ങൾക്കുള്ളിൽ റോറിയുടെ വായിൽ നിന്നും കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ഒക്കെ ചോര പുറത്തു വരുന്നു. അതായത് റോറിയുടെ ശരീരത്തിനുള്ളിൽ കടന്ന കാൽവിൻ റോറിയുടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം നശിപ്പിച്ച് കളഞ്ഞ് അവന്റെ ശരീരത്തിനുള്ളിൽ നിന്നും അവനെ കൊന്നു കളഞ്ഞു. റോറിയെ ഇങ്ങനെ കൊന്നു കളഞ്ഞിട്ട് കാൽവിൻ റോറി ഇത്രയും നേരം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സിലിണ്ടർ ഉണ്ടല്ലോ അതെടുത്ത് അതിനകത്ത് ബാക്കിയുള്ള വളരെ കുറച്ച് ഫ്ലെയിം ആണെങ്കിൽ ഫയർ സെൻസറിന് അങ്ങോട്ട് തിരിച്ചു വെച്ചു. അതോടെ ലാബിനകത്ത് മൊത്തം അലേർട്ട് വന്നിട്ട് അതിനകത്തുള്ള കുറേ വെൻസ് ഒക്കെ ഓപ്പൺ ആകാൻ തുടങ്ങുന്നു. അത്രമാത്രം ഇന്റലിജന്റ് ആണ് കാൽവിൻ. ഈ സ്പേസ് സ്റ്റേഷനെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുന്നു. ഉടനെ നമ്മുടെ ഹീറോയിനും ബാക്കിയുള്ളവരും വെൻസ് ഒക്കെയുള്ള ആ ഒരു സെക്ഷനിലേക്ക് ചെന്ന് അവിടെയുള്ള ഓരോരോ വെൻസ് ആയിട്ട് അടയ്ക്കാൻ ശ്രമിക്കുവാണ്. പക്ഷേ ഇവർ എത്രയൊക്കെ വേഗത്തിൽ ആക്ട് ചെയ്തെന്ന് പറഞ്ഞാലും അവിടെയുള്ള ഒരു വെന്റ് ത്രൂ കാൽവിൻ പുറത്തു വന്നു. കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എത്രയും വേഗം ഇക്കാര്യം ഭൂമിയിൽ അറിയിച്ചേ പറ്റൂ. ഇവരുടെ കൂട്ടത്തിലെ എക്കറ്റെറീന ഭൂമിയിലേക്ക് വിവരം പാസ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനോടകം തന്നെ കാൽവിൻ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഒക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇനിയിപ്പോൾ ഇവർക്ക് ഈ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങോട്ടും കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം വിവരം ഭൂമിയിൽ അറിയിച്ചേ പറ്റൂ. അതിനാണെങ്കിലോ ഓൾറെഡി കാൽവിൻ നശിപ്പിച്ചിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഒക്കെ ശരിയാക്കണം. ഇനിയും താമസിച്ചാൽ കാൽവിനായിരിക്കും ഈ ഒരു സ്പേസ് സ്റ്റേഷൻ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് വിവരം ഭൂമിയിൽ അറിയിക്കാൻ വേണ്ടി ഓൾറെഡി കാൽവിൻ നശിപ്പിച്ചിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഒക്കെ ശരിയാക്കാനായിട്ട് നമ്മുടെ എക്കറ്റെറീന തന്നെ സ്പേസ് വാക്ക് ചെയ്ത് പുറത്തു പോകുന്നു. ഈ ടീമിൽ റോറി ആയിരുന്നു സ്പേസ് വാക്ക് ഒക്കെ ചെയ്യേണ്ട വ്യക്തി. റോറിക്ക് ശേഷം ഏറ്റവും കൂടുതൽ സ്പേസ് വാക്ക് ഒക്കെ ചെയ്യാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തി ഇവളാണ്. അങ്ങനെ പുറത്തിറങ്ങിയ എക്കറ്റെറീന അവിടെയുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഒക്കെ ചെക്ക് ചെയ്യുന്നു. കൂട്ടത്തിൽ അവിടെയുള്ള കൂളന്റും ഓപ്പൺ ചെയ്ത് നോക്കുന്നു. കഷ്ടകാലത്തിന് ആ കാൽവിനും അവിടെ ഉണ്ടായിരുന്നു. അത് നേരെ വന്ന് നമ്മുടെ എക്കറ്റെറീനെ പിടിച്ചു. പുള്ളിക്കാരി സ്പേസ് സ്യൂട്ടിലായിരുന്നതുകൊണ്ട് തന്നെ അതിന് അവളുടെ സ്പേസ് സ്യൂട്ടിൽ അങ്ങനെ ചുറ്റി പിടിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. സ്പേസ് സ്യൂട്ട് അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ളതല്ലേ. കാൽവിൻ അതിന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ച് സ്പേസ് സ്യൂട്ടിൽ മാക്സിമം പ്രസ് ചെയ്ത് മാക്സിമം പ്രഷർ അപ്ലൈ ചെയ്ത് അവളെ അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്പേസ് സ്യൂട്ടിലായതുകൊണ്ട് മാത്രം വളരെ കുറച്ച് സമയത്തേക്ക് നമ്മുടെ എക്കറ്റെറീനയ്ക്ക് പിടിച്ചിരിക്കാൻ സാധിക്കുന്നുണ്ട്. അധിക നേരത്തേക്കില്ല. കാൽവിൻ കൂടുതൽ പ്രഷർ കൊടുത്തതോടെ സ്പേസ് സ്യൂട്ടിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഓക്സിജൻ പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പിലൂടെ വെള്ളമൊക്കെ അകത്തേക്ക് പോകുന്നു. കാൽവിന്റെ ബുദ്ധി പോയ ലെവലെ ഇവരാരും ഇങ്ങനൊരു പ്രശ്നം വരുമെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. ഇനിയിപ്പോൾ എക്കറ്റെറീനയ്ക്ക് അധികം സമയമില്ല. എത്രയും വേഗം സ്പേസ് സ്റ്റേഷനകത്ത് കയറണം. രണ്ടും കൽപ്പിച്ച് പുള്ളിക്കാരി സ്പേസ് ജമ്പ് ചെയ്ത് എയർലോക്കിന്റെ അങ്ങോട്ട് നിന്ന് സ്പേസ് സ്റ്റേഷനകത്ത് കയറാൻ ശ്രമിക്കുന്നു. ആ ഒരു എയർലോക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തു നിന്ന് അൺലോക്ക് ചെയ്യേണ്ടതുണ്ട്, അകത്ത് നിന്ന് അൺലോക്ക് ചെയ്യേണ്ടതുണ്ട്. അകത്ത് നിന്ന് നമ്മുടെ ഹീറോ ഡേവിഡ് അത് അൺലോക്ക് ചെയ്തു. പക്ഷേ പുറത്ത് നിന്ന് എക്കറ്റെറീനയ്ക്ക് അത് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനോടകം തന്നെ അവളുടെ സ്പേസ് സ്യൂട്ടിനകത്ത് മുഴുവൻ വെള്ളമായിരുന്നു. ഇനിയിപ്പോൾ തനിക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് എക്കറ്റെറീനയ്ക്ക് മനസ്സിലായി. ആ ഒരു സ്പേസ് സ്യൂട്ടിനകത്തുള്ള വെള്ളത്തിൽ മുങ്ങി പുള്ളിക്കാരി മരിക്കും. ആ വെള്ളത്തിൽ മുങ്ങി പുള്ളിക്കാരി മരിക്കും. ഇവളുടെ സ്യൂട്ടിൽ ഇറക്കി പിടിച്ചിരിക്കുന്ന കാൽവിനെയും കൊല്ലാൻ ഇതാണ് അവസരം. തന്റെ ജീവൻ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഈ സ്പേസ് സ്റ്റേഷനിൽ നിന്നും ജമ്പ് ചെയ്തങ്ങ് പോയേക്കാം. അങ്ങനെ കാൽവിനും അവളോടൊപ്പം സ്പേസിലേക്ക് പോകുമല്ലോ. ഒരുപാട് നേരം ഓക്സിജൻ ഒന്നും ഇല്ലാതെ പിടിച്ചിരിക്കാൻ കാൽവിനെ കൊണ്ടും സാധിക്കത്തില്ല. മാർസിൽ കമ്പാരിറ്റീവ്ലി ഓക്സിജൻ കുറവായതുകൊണ്ട് മാത്രമാണ് ഇത്രയും നേരം അതിന് സ്പേസിൽ ഇങ്ങനെ പിടിച്ചിരിക്കാൻ സാധിച്ചത്. അങ്ങനെ തന്റെ ജീവൻ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് കാൽവിനെയും ഇല്ലാതാക്കി
ഇല്ലാതാക്കിയേക്കാവാൻ തീരുമാനിക്കുന്ന നമ്മുടെ എക്കറ്റെറീന സ്പേസിലേക്ക് ജമ്പ് ചെയ്തു പോകുന്നു. എന്നാൽ കാൽവിൻ അവിടെയും ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു. എക്കറ്റെറീന സ്പേസിലേക്ക് ജമ്പ് ചെയ്തു പോയി. എന്നാൽ കാൽവിൻ അവളുടെ ആ ഒരു സ്പേസ് യൂട്ടിൽ നിന്ന് വിട്ട് നേരെ ഈ ഒരു സ്പേസ് സ്റ്റേഷനിലേക്ക് ജമ്പ് ചെയ്തു. കാൽവിൻ എന്തായാലും സ്പേസ് സ്റ്റേഷൻ്റെ അകത്ത് കയറാനുള്ള വഴി അന്വേഷിക്കുകയാണ്. ഏത് വഴിയായിരിക്കും അത് അകത്ത് കയറാൻ പോകുന്നതെന്ന് ഇവരും ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ റോക്കറ്റിന്റെ ഒക്കെ ത്രസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഫ്യൂല് കത്തിച്ച് ലോഞ്ച് ചെയ്യാൻ നേരം റോക്കറ്റിന് പവർ കൊടുക്കുന്ന ത്രസ്റ്റേഴ്സ്, ആ ത്രസ്റ്റേഴ്സ് വഴി വേണമെങ്കിൽ അതിനകത്ത് കയറാൻ സാധിക്കുമെന്ന് ഇവർ മനസ്സിലാക്കുന്നത്. കാൽവിൻ ഇങ്ങനെ ഒരു സെൽ ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ അതിന് കയറി വരാൻ ഒരുപാട് സ്പേസിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് സ്പേസ് മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ത്രസ്റ്റേഴ്സ് വഴിയായിരിക്കും അത് ഉള്ളിലേക്ക് വരാൻ ശ്രമിക്കുക എന്ന് മനസ്സിലാക്കി ഇവർ ഈ ഒരു സ്പേസ് സ്റ്റേഷനിലുള്ള എല്ലാ ത്രസ്റ്റേഴ്സും നിരീക്ഷിക്കുന്നു. ഇവർ പ്രതീക്ഷിച്ച പോലെ കാൽവിനും ത്രസ്റ്ററിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ഉടനെ ഇവരെന്ത് ചെയ്യുന്നു, കാൽവിൻ ഏത് ത്രസ്റ്ററിന്റെ അടുത്തേക്കാണോ ചെല്ലുന്നത് ആ ത്രസ്റ്ററിലൂടെ ഗ്യാസ് പുറത്തേക്ക് വിടുന്നു. അങ്ങനെ ചെയ്താൽ കാൽവിൻ അകത്തേക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. മാക്സിമം എന്റെയും കാൽവിനെ അകത്തേക്ക് കയറാതെ പിടിച്ചു നിർത്തുക. അത്രയും ചെയ്താൽ തന്നെ കാൽവിൻ പുറത്ത് സ്പേസിൽ ഓക്സിജൻ ഒന്നും ഇല്ലാതെ മരിച്ചു പോകും. അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ഏതൊക്കെ ത്രസ്റ്ററിന്റെ അടുത്തോട്ടാണോ കാൽവിൻ പോകുന്നത് ആ ത്രസ്റ്ററിൽ നിന്നൊക്കെ ഇതുപോലെ ഗ്യാസ് പുറത്തേക്ക് വിട്ട് കാൽവിൻ അകത്ത് കയറാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നു. ഹീറോയിനും ടീമിലുള്ളവരൊക്കെ തങ്ങളുടെ പ്ലാൻ വിജയിക്കുന്നുണ്ട്. കാൽവിനെ തങ്ങൾക്ക് കൊല്ലാൻ പറ്റുമെന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ കാൽവിന്റെ യഥാർത്ഥ പ്ലാൻ ഇവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല. അതായത് ഈ സ്പേസ് സ്റ്റേഷനിലുള്ളിലുള്ള ആളുകൾ ഏതൊക്കെ ത്രസ്റ്ററാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കാൽവിനാണ്. കാൽവിൻ ഏത് ത്രസ്റ്ററിന്റെ അടുത്തേക്കാണോ പോകുന്നത് ആ ത്രസ്റ്ററാണല്ലോ ഇവർ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ കാൽവിനെ മാത്രം ഉദ്ദേശം വെച്ച് ഇവരിങ്ങനെ ത്രസ്റ്റേഴ്സ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എന്ത് പറ്റിയെന്നാൽ ഈ സ്പേസ് സ്റ്റേഷൻ പതിയെ മൂവ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ചലിച്ചുകൊണ്ടിരുന്നത് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്കുമായിരുന്നു. സ്പേസ് സ്റ്റേഷൻ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിനകത്ത് കയറി കഴിഞ്ഞാൽ എന്ത് പറ്റും, പിന്നെ ഇവർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സ്പേസ് സ്റ്റേഷൻ മുഴുവൻ ഭൂമിയിലേക്ക് വീഴും. സ്പേസ് സ്റ്റേഷൻ ഭൂമിയിലേക്ക് വീഴുന്നതോടെ ഈ കാൽവിനും ഭൂമിയിലെത്താൻ സാധിക്കും. അതാണ് കാൽവിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം. സ്പേസ് സ്റ്റേഷൻ തന്നെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കയറാൻ വേണ്ടി ഏതൊക്കെ ത്രസ്റ്റർ ഓൺ ആകണമോ ആ ത്രസ്റ്ററിന്റെ അടുത്തേക്ക് പോയി ഇവരെ കൊണ്ട് ആ ത്രസ്റ്റേഴ്സ് ഓൺ ചെയ്യിപ്പിച്ച് അങ്ങനെയായിരുന്നു കാൽവിൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഭാഗ്യത്തിന് ഇക്കാര്യം ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ കാൽവിൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ത്രസ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്ന പരിപാടി ഇവർ നിർത്തി. സ്പേസ് സ്റ്റേഷൻ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകാൻ പാടില്ല, അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഈ ഒരു ഗ്യാപ്പിൽ കാൽവിനും സ്പേസ് സ്റ്റേഷന്റെ അകത്ത് കയറി. അത് അകത്ത് കയറി എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ എവിടെയാണെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇനി അത് പുറത്തു പോകാൻ പാടില്ല, ഇതിനുള്ളിൽ തന്നെ അതിനെ ട്രാപ്പ് ചെയ്യണമെന്ന് തീരുമാനിച്ച് ഈ സ്പേസ് സ്റ്റേഷനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന എല്ലാ വഴിയും ഈച്ച് ആൻഡ് എവരി വെൻസ് ഇവർ ക്ലോസ് ചെയ്യുന്നു. ടീം അംഗങ്ങളെല്ലാം ഒന്നിച്ചു കൂടിയിരിക്കുന്നു. ഇവരെല്ലാം ഇരിക്കുന്ന ആ ഒരു സെക്ഷനിലുള്ള വെൻസ് മുഴുവനായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹ്യൂ പെട്ടെന്ന് ഒരുമാതിരി വല്ലാതായി അങ്ങ് വീണ് പോകുന്നുണ്ട്. ഇതിപ്പോൾ എന്തുട്ട സംഭവം? നേരത്തെ കാൽവിൻ ആണെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് ഒടിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഓക്കെ ആയി പുള്ളിക്കാരൻ വീണ്ടും ആക്റ്റീവായിട്ട് വന്നതാണ്. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരൻ വീണ്ടും മയങ്ങി പോകുന്നു. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ടീമിലുള്ള ബാക്കിയുള്ളവരെല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ട മെഡിക്കൽ കെയർ ഒക്കെ കൊടുക്കാനായിട്ട് എക്യുപ്മെന്റ്സ് ഒക്കെ എടുത്ത് അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ കാലുകളുടെ ഒരു അനക്കം ഇവർ കാണുന്നത്. നോക്കുമ്പോൾ എന്തുട്ട സംഭവം? ഇദ്ദേഹത്തിന് സ്വാധീനമില്ലാത്ത കാലുകൾ ആ ഒരു കാൽവിൻ അങ്ങനെ മുറുക്കെ പിടിച്ചിരിക്കുന്നത് മാത്രമല്ല അവന്റെ പാൻസിനുള്ളിലിരുന്ന് അദ്ദേഹത്തിന്റെ കാലുകൾ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഹ്യൂവിന്റെ കാലിന് സ്വാധീനമില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരൻ ആ പെയിൻ ഒന്നും ഫീൽ ചെയ്തില്ല. ഒരുപാട് ബ്ലഡ് പോയപ്പോഴാണ് ഹ്യൂ മയങ്ങി വീണത്. കാണേണ്ട താമസം ജീവനോടുള്ള ബാക്കി 3 പേരും അടുത്തടുത്ത സെക്ഷനുകളിലേക്ക് രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഹീറോയിനും മറ്റൊരു സെക്ഷനിലേക്ക് കയറിപ്പോയി. ഷോയ്ക്കാണെങ്കിൽ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്തു, എസ്കേപ്പ് ബോർഡൊക്കെ ഇരിക്കുന്ന ആ ഒരു സെക്ഷനിലേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു എസ്കേപ്പ് ബോർഡിനകത്ത് കയറി. തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്ന കാലിനും നേരെ ചെന്ന എസ്കേപ്പ് ബോർഡിൽ ഇടിച്ചൊരു നിപ്പ് നിൽക്കും. ഷോയുടെ ഉയിര് പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത്ര ക്ലോസ് ആയിട്ട് ഇത്രയും വലുതായ കാൽവിനെ അവൻ നേരിട്ട് കാണുന്നു. കാൽവിൻ അതിൻ്റെ സ്ട്രെങ്ത് ഉപയോഗിച്ച് എസ്കേപ്പ് ബോർഡ് പൊട്ടിച്ചകത്ത് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എസ്കേപ്പ് ബോർഡ് നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ അവന് പൊട്ടിക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും അപ്പുറത്ത് നമ്മുടെ ഹ്യൂ മരിച്ചു പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് ഒരുപാട് ബ്ലഡ് പോയി. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഹ്യൂവും കൂടി മരിച്ചു പോയ ആ ഒരു വിഷമത്തിൽ അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. നോക്കുമ്പോൾ ഇവരുടെ ഈ സ്പേസ് സ്റ്റേഷനകത്ത് ഒരു ചിപ്പ് ആക്ടിവേറ്റ് ആയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സാധാരണയായി ഈ സ്പേസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യരുടെ എല്ലാവരുടെയും ശരീരത്തിൽ ചിപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന ചിപ്പ് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് നല്ല സിഗ്നൽ തരുന്നത്. കാൽവിന്റെ ബോഡിക്കുള്ളിൽ ഒരു ചിപ്പുണ്ട്. ആ ചിപ്പിൽ നിന്നാണ് സിഗ്നൽ വരുന്നത് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നു. അല്ല, ഇതെങ്ങനെ ശരിയാവും? എങ്ങനെ ഇവരുടെ ചിപ്പ് ഈ കാൽവിന്റെ ശരീരത്തിനകത്ത് കയറി? എങ്ങനെയെന്നാൽ കാൽവിൻ നമ്മുടെ ഹ്യൂവിന്റെ കാല് കഴിക്കുന്നുണ്ടായിരുന്നല്ലോ. ഹ്യൂവിന്റെ ചിപ്പ് അദ്ദേഹത്തിന്റെ കാലിലായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വാധീനമില്ലാത്ത കാല് കാൽവിൻ കഴിച്ചതോടെ കാൽവിന്റെ ശരീരത്തിനകത്തായി ഹ്യൂവിന്റെ ചിപ്പ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് കാൽവിൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാൽവിൻ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ ചിപ്പ് ത്രൂ ഇവർക്ക് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുത്ത് കാൽവിനെ നശിപ്പിക്കാൻ സാധിക്കും. തുടർന്ന് നമ്മുടെ ഹീറോയിനും ഒരു പ്ലാൻ ഇടുന്നു. ഹ്യൂവിന്റെ ബോഡി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കാലൊക്കെ കഴിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ശരീരം അതാണെങ്കിൽ ഈ സ്പേസ് ഷിപ്പിന്റെ ഒരു എയർലോക്ക് പോഡിലേക്ക് ഇവർ തള്ളിവിടുന്നു. എന്തിനെന്നാൽ കാൽവിൻ ആരെങ്കിലും കഴിക്കാനായിട്ട് ഓടി നടക്കുവാണല്ലോ. ഈ ഹ്യൂവിന്റെ ബാക്കിയുള്ള ബോഡി അങ്ങോട്ട് തള്ളിവിട്ട് കഴിഞ്ഞാൽ കാൽവിൻ അവിടെ പോയി ഹ്യൂവിനെ കഴിക്കാൻ ശ്രമിക്കും. അതൊരു എയർലോക്ക് പോഡ് ആയതുകൊണ്ട് തന്നെ കാൽവിൻ ആ എയർലോക്ക് പോഡിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആ എയർലോക്ക് ഫുള്ളായിട്ട് ലോക്ക് ചെയ്യാനും സാധിക്കും. അങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മുടെ ഹീറോയിനും അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇവർ പ്രതീക്ഷിച്ച പോലെ തന്നെ കാൽവിൻ അങ്ങോട്ട് പോകുന്നുണ്ട്. കൃത്യസമയത്ത് നമ്മുടെ ഹീറോയിനും ഇടപെട്ട് ആ എയർലോക്ക് പോഡ് ലോക്ക് ചെയ്ത് അങ്ങനെ കാൽവിനെ അതിനകത്ത് ട്രാപ്പ് ചെയ്തു. ഇനിയിപ്പോൾ അവൻ അതിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ
പറ്റത്തില്ല, അവൻ അതിനകത്ത് ട്രാപ്പായി, അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു കണ്ടീഷനായി. മാക്സിമം ചെയ്യാൻ പറ്റുന്നത് വേണമെങ്കിൽ അതിനകത്ത് കിടക്കുന്ന ഹ്യൂവിൻ്റെ ശരീരം മുഴുവൻ കഴിച്ചു തീർക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് ഫുഡ് കിട്ടത്തില്ല, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടാതെ മേ ബി അത് തളർന്ന് മരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു പോകുന്നു. ഇവർ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. എല്ലാം തങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നടക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ ഇരിക്കുമ്പോഴാവട്ടെ നോക്കുമ്പോൾ ഭൂമിയിൽ നിന്നൊരു റോക്കറ്റ് ഈ സ്പേസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി വരുന്നുണ്ട്. ഒരുപാട് നേരമായല്ലോ ഈ സ്പേസ് സ്റ്റേഷനും ഭൂമിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ കട്ടായിട്ട്. എന്താ സംഭവം എന്നറിയാനായിട്ട് വരുന്നതായിരിക്കും. എന്നാൽ അവർ വന്ന സമയം ഒട്ടും ശരിയായില്ല. ഭൂമിയിൽ നിന്നൊക്കെ റോക്കറ്റുകൾ വന്ന് കണക്ട് ആവുന്നത് ഈ സ്പേസ് സ്റ്റേഷനകത്തുള്ള എയർലോക്കുകളിലേക്കാണ്. കഷ്ടകാലത്തിന് കാൽവിനെ പിടിച്ചു വെച്ചിരിക്കുന്ന അതേ എയർലോക്കിലേക്കാണ് ഭൂമിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന റോക്കറ്റ് കണക്ട് ആവാൻ പോകുന്നത്. ഇതെല്ലാം കണ്ട് നമ്മുടെ ഹീറോ ഒരുമാതിരി ടെൻസ്ഡായി. ഇവർക്ക് നമ്മളെ രക്ഷിക്കാൻ വരാൻ കണ്ട നേരം ഇപ്പം ആകെ മൊത്തം പണിയാവുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, ഡേവിഡ്, അവർ നമ്മളെ രക്ഷിക്കാനല്ല വരുന്നത്, നമ്മളെ നശിപ്പിക്കാനാണ് വരുന്നത്. മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് നമുക്കൊരു ജീവനെ കണ്ടെത്താൻ സാധിച്ചു. അത് സേഫ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. എന്തായാലും നമ്മൾ അതിനെ ഇവിടെ വെച്ച് ടെസ്റ്റ് ചെയ്തു. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഭൂമിയിലേക്കുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഇല്ലാതായി പോയല്ലോ. ഒരുപാട് സമയമായിട്ട് അവരും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. എന്നിട്ടും അത് പോസിബിൾ ആവാത്ത സ്ഥിതിക്ക് ഈ സ്പേസ് സ്റ്റേഷനകത്ത് ആ ഏലിയൻ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമെന്ന് അവർ ഊഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്പേസ് സ്റ്റേഷൻ മുഴുവനായിട്ട് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് പ്രോട്ടോകോൾ. അതിനുവേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്, നമ്മളെ പൂർണ്ണമായി നശിപ്പിക്കാൻ വേണ്ടി. അതൊക്കെ ശരി, പക്ഷേ ഇപ്പം ഇവർ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ശരിയാവുന്നേ? ഇവർ വന്ന് എയർലോഗുമായിട്ട് കണക്ട് ചെയ്താൽ ആ ഏലിയൻ അവരുടെ റോക്കറ്റിനകത്ത് കയറാൻ പറ്റും. അതിന് വേണമെങ്കിൽ ഭൂമിയിലേക്ക് പോകാൻ പറ്റും. അങ്ങനെയൊന്നും സംഭവിക്കാൻ അനുവദിക്കരുത് എന്നൊക്കെ തീരുമാനിച്ച് നമ്മുടെ ഹീറോ ലൈറ്റൊക്കെ അടിച്ച് ഭൂമിയിൽ നിന്ന് വരുന്ന റോക്കറ്റിനെ അലേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യാതൊരു വഴിയുമില്ല. ഇതെങ്കിലും വർക്കൗട്ട് ആവുന്നതിലാവട്ടെ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ലൈറ്റൊക്കെ അടിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും യാതൊരു ഉപയോഗവുമില്ല. ഭൂമിയിൽ നിന്ന് വന്ന ആ ഒരു സ്പേസ് ഷിപ്പ് ഇവരുടെ സ്പേസ് സ്റ്റേഷനുമായിട്ട് കണക്ട് ആയി. കറക്റ്റ് ഈ സമയത്ത് നേരത്തെ എസ്കേപ്പ് ബോർഡിനകത്ത് കയറി പോയി ഒളിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഷോ ഉണ്ടല്ലോ, അങ്ങോരിപ്പോൾ അതിനകത്തുനിന്ന് പുറത്തു വന്ന് ഭൂമിയിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാനായിരിക്കും ഈ ഒരു സ്പേസ് ഷിപ്പ് വന്നിരിക്കുന്നതെന്ന് കരുതി സ്പേസ് ഷിപ്പിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. ഏത് വഴി? കാൽവിനുള്ള അതേ എയർലോക്ക് വഴി. ഇങ്ങനെയും വലിയ സന്തോഷത്തിൽ നേരെ ചെന്ന് ആ ഒരു എയർലോക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാവട്ടെ, ഭൂമിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടല്ലോ, ആ സ്പേസ് ഷിപ്പിലുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ, ആസ്ട്രോനോട്സിനെ മുഴുവൻ ഈ ഏലിയൻ കൊന്നുകളഞ്ഞു. ഇപ്പോൾ ഷോ ആയിട്ട് ചെന്ന് അതിൻ്റെ അണ്ണാക്കിലോട്ട് കയറുകയും ചെയ്തു. ഷോ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ ഏലിയൻ വന്ന് ഇവൻ്റെ കാലിൽ മുറുകെ പിടിച്ചു. ഷോ എയർലോക്കിൽ നിന്ന് പുറത്ത് വരാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും അവിടെ ചെന്ന് ഷോയിനെ മുറുകെ പിടിച്ച് പുറത്തേക്ക് വലിക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു അവസരം മുതലാക്കാൻ കാൽവിൻ തീരുമാനിച്ചു. കാൽവിൻ നമ്മുടെ ഷോയുടെ ശരീരത്തിലൂടെ വലിഞ്ഞു കയറി അവനെ കടിക്കുന്നില്ല, പകരം നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ഈ ഒരു എയർലോക്ക് സ്പേസ് വിട്ട് സ്പേസ് സ്റ്റേഷനകത്തേക്ക് കയറാൻ വേണ്ടി. ഇത് മനസ്സിലാക്കുന്ന ഷോ അവൻ്റെ ജീവൻ സാക്രിഫൈസ് ചെയ്യാൻ തീരുമാനിച്ചു. താൻ കാരണം ബാക്കിയുള്ള രണ്ടുപേരും കൂടെ മരിക്കേണ്ട എന്ന് തീരുമാനിച്ച് കാൽവിനെ മുഴുവനായിട്ട് കവർ ചെയ്ത് പിടിച്ച് അതിനെയും കൊണ്ട് ആ ഒരു എയർലോക്ക് സ്പേസിലേക്ക് തന്നെ ജമ്പ് ചെയ്തു പോയി. വീണ വീഴ്ചയിൽ തന്നെ കാൽവിൻ നമ്മുടെ ഷോയെ കടിക്കുന്നുണ്ട്. ഷോയെ കടിച്ചിട്ട് ഈ സ്പേസ് സ്റ്റേഷനകത്തേക്ക് കയറാൻ വരുമ്പോൾ നമ്മുടെ ഹീറോയിനും കൂടി അതിന്റെ ഡോർ വീണ്ടും ക്ലോസ് ചെയ്തു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഭൂമിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടല്ലോ, ആ സ്പേസ് ഷിപ്പ് ആരും കൺട്രോൾ ചെയ്യാനില്ലാതായതോടെ കറങ്ങി തിരിഞ്ഞു വന്ന് ഇവരുടെ സ്പേസ് സ്റ്റേഷനിൽ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി. ഇനിയിപ്പോൾ ആകെ 39 മിനിറ്റ് കൂടി മാത്രമേ ഇതിനുള്ളിൽ ഓക്സിജൻ ഉണ്ടാവൂ. ഈ ഒരു 39 മിനിറ്റ് നമ്മുടെ ഹീറോയിനും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ കാൽവിനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സിജൻ തീർന്നു കഴിഞ്ഞാൽ അത് മരിച്ചു പോകുമല്ലോ. കാൽവിൻ സർവൈവ് ചെയ്യാൻ വേണ്ടി എന്ത് വേണേ ചെയ്യും. ഭൂമിയിലേക്ക് പോകാന്നുള്ള ഉദ്ദേശത്തിൽ എന്തും കാണിച്ചു കൂട്ടാൻ മടിക്കില്ല. ഇപ്പം തന്നെ ആ എയർലോക്കിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി അതിന്റെ കഴിവിന്റെ പരമാവധി അത് ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്കും ഒരു കാര്യം മനസ്സിലാവുന്നത്. ഈ കാൽവിൻ ഇങ്ങനെ വളരുന്നതിനനുസരിച്ച് അതിനും കൂടുതൽ ഓക്സിജൻ വേണം, അതേപോലെ മനുഷ്യരെ പോലെ തന്നെ അതിന് ഹീറ്റ് വേണം. സ്പേസിൽ ഇതിന്റെ രണ്ടിന്റെയും പ്രശ്നമുണ്ട്. ഓക്സിജനും ഇല്ല, ഹീറ്റും ഇല്ല. ഇപ്പോൾ ഇവരുടെ സ്പേസ് സ്റ്റേഷൻ ക്രാഷ് ആയതുകൊണ്ട് സ്പേസ് സ്റ്റേഷനകത്തെ ഹീറ്റും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഓക്സിജൻ അതല്ലെങ്കിൽ ഹീറ്റ്, ഇതിലേതെങ്കിലും വെച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ലേ? ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ ഹീറോ ഒരു പ്ലാൻ ഇടുന്നു. ഇവരുടെ ഈ സ്പേസ് സ്റ്റേഷനിൽ ഇപ്പോൾ 2 എസ്കേപ്പ് ബോർഡ് ഉണ്ട്. അതിൽ ഒരു എസ്കേപ്പ് ബോർഡിൽ നമ്മുടെ ഹീറോയും അതേപോലെ കാൽവിനെയും കയറ്റാം. കാൽവിനെ ചൂട് വല്ലതും കാണിച്ച് ആ ഒരു എസ്കേപ്പ് ബോർഡിലേക്ക് അട്രാക്ട് ചെയ്ത് കയറ്റാം. മറ്റേ എസ്കേപ്പ് ബോർഡിൽ നമ്മുടെ ഹീറോയിന് കയറട്ടെ. ഹീറോയിന്റെ എസ്കേപ്പ് ബോർഡ് നേരെ ഭൂമിയിലേക്ക് പോകട്ടെ. കാൽവിനെ കയറ്റിയ ഹീറോ ഉള്ള എസ്കേപ്പ് ബോർഡ് സ്പേസിലേക്ക് തന്നെ പോകട്ടെ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹീറോയിന് ഭൂമിയിലെത്താൻ സാധിക്കും. ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവൾക്ക് എല്ലാവരെയും അറിയിക്കാൻ സാധിക്കും. ഹീറോ അവന്റെ ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്ത് ആ ഏലിയനെയും ഇല്ലാതാക്കും. ഒരു പോയിന്റ് കഴിയുമ്പോൾ അവരുടെ ആ ഒരു എസ്കേപ്പ് ബോർഡിലെ ഓക്സിജനും ഇല്ലാതാവും, ഹീറ്റും ഇല്ലാതാവും. അങ്ങനെ രണ്ടുപേരും മരിക്കുമല്ലോ. ഈ പ്ലാൻ ഹീറോയിനോട് പറയുന്നു. എന്നാൽ അവൾ ഇതിന് സമ്മതിക്കുന്നില്ല. പുള്ളിക്കാരിക്ക് നമ്മുടെ ഹീറോ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നതിലൊന്നും താല്പര്യമില്ല. ഞാൻ പറയുന്നത് നമുക്ക് രണ്ടാൾക്കും കൂടെ ഒരു എസ്കേപ്പ് ബോർഡിൽ ഭൂമിയിലേക്ക് പോയേക്കാം, അതിനെ മറ്റേ എസ്കേപ്പ് ബോർഡിൽ കയറ്റി നമുക്ക് സ്പേസിലേക്ക് വല്ലതും അയച്ചേക്കാം. നോ മിറാണ്ട, അതൊന്നും പോസിബിൾ അല്ല. ഒരു പക്ഷേ അതിന് ഈ എസ്കേപ്പ് ബോർഡുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ അറിയാമെങ്കിലോ? അത് ഭയങ്കര ഇന്റലിജന്റ് ആണ്. മാത്രമല്ല നമ്മൾ രണ്ടുപേരും കൂടെ ഒരു എസ്കേപ്പ് ബോർഡിനകത്ത് കയറാനാണെങ്കിൽ നമ്മൾ രണ്ടാളും സർവൈവ് ചെയ്യാനുള്ള സാധ്യതയുമില്ല. ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം, ഇത് മാത്രമേ നമുക്ക് മുന്നിൽ വഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞവൻ സംസാരിക്കുമ്പോൾ ഹീറോയിനും സമ്മതിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ എയർലോക്ക് ഓപ്പൺ ചെയ്ത് ഹീറ്റ് കാണിച്ച് ഏലിയനെ അട്രാക്ട് ചെയ്ത് അങ്ങനെ അവനും ആ ഏലിയനും കൂടി ഒരു എസ്കേപ്പ് ബോർഡിനകത്ത് കയറി, ഹീറോയിനും മറ്റൊരു എസ്കേപ്പ് ബോർഡിനകത്ത് കയറി. അങ്ങനെ 2 എസ്കേപ്പ് ബോർഡുകളും ലോഞ്ച് ചെയ്തു. ഹീറോ ആ ഒരു എസ്കേപ്പ് ബോർഡ് കൺട്രോൾ ചെയ്ത് ഭൂമിയിൽ നിന്ന് ദൂരേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഏലിയൻ അവന്റെ കയ്യിൽ കയറി പിടിച്ച് ആ ഒരു എസ്കേപ്പ് ബോർഡ് അവന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലാക്കുന്നു. ആ ഒരു സ്പേസിൽ വെച്ച് തന്നെ നമ്മുടെ ഹീറോയിന്റെ എസ്കേപ്പ് ബോർഡുമായിട്ട് കൂട്ടിയിടിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. 2 എസ്കേപ്പ് ബോർഡുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിക്കുന്നൊക്കെ ഉണ്ട്. എങ്ങനെയോ ഒരു വിധത്തിൽ നമ്മുടെ
ഹീറോയും ഹീറോയിനും രണ്ടുപേരും അവരവരുടെ എസ്കേപ്പ് പോഡുകൾ കൺട്രോൾ ചെയ്ത് അവരവർ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഒരു എസ്കേപ്പ് പോഡ് ഭൂമിയിലേക്കും മറ്റൊരു എസ്കേപ്പ് പോഡ് ഭൂമിയിൽ നിന്ന് ദൂരേക്കും പോകുന്നു. അങ്ങനെ ഭൂമിയിലെ ഒരു കടലിലായിട്ട് ഒരു എസ്കേപ്പ് പോഡ് വന്ന് ലാൻഡ് ചെയ്യുന്നു. ആ പ്രദേശത്ത് കുറേ മുക്കുവരൊക്കെ ഉണ്ടായിരുന്നു. അവർ ഈ എസ്കേപ്പ് പോഡൊക്കെ കണ്ടിട്ട് എന്താ സംഭവം എന്നറിയാനായിട്ട് അടുത്ത് വന്ന് അതിനുള്ളിലേക്ക് നോക്കുമ്പോഴാവട്ടെ പണ്ടാറടങ്ങാൻ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ ഹീറോയും ആ ഏലിയനും ഉള്ള എസ്കേപ്പ് പോഡാണ്. സ്പേസിൽ വെച്ചുണ്ടായ ഒരു കൂട്ടിയിടിയില്ലേ, ആ കൂട്ടിയിടിയിൽ നമ്മുടെ ഹീറോയിന്റെ എസ്കേപ്പ് പോഡിന്റെ കൺട്രോളൊക്കെ പോയിട്ട് പുള്ളിക്കാരി ഭൂമിയിൽ നിന്ന് ദൂരേക്ക് പോയി. ഏലിയനും ഹീറോയും കൂടെ ഭൂമിയിലേക്ക് വന്നു. ഇപ്പൊ മുക്കുവർ അതിനകത്ത് നോക്കുമ്പോൾ ആ ഏലിയൻ നമ്മുടെ ഹീറോയെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുന്ന മുക്കുവർ ആ ഒരു എസ്കേപ്പ് പോഡ് തുറക്കാനും ശ്രമിക്കുന്നു. പാതി ജീവനുള്ള നമ്മുടെ ഹീറോ അവരോട് തുറക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് അതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കാൽവിനുള്ള എസ്കേപ്പ് പോഡ് ഇവർ തുറക്കുന്നത് കാണിച്ചാണ് നമ്മുടെ സിനിമ അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വീണ്ടും കാണാം.